ആർമിക്കാരൻ്റെ പോഡ്കാസ്റ്റിലായതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞു. കള്ളനോട്ടടിക്കുന്നതും കള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും ഒരുപോലെയാണെന്ന് ശക്തമായ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കള്ളനോട്ടടിക്കുന്നതും കള്ള പ്രൊഡക്റ്റ് വെക്കുന്നതും അങ്ങനെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നമ്മുടെ കാറിൽ വെക്കുന്ന എഞ്ചിൻ്റെ ഒരു പാർട്ട് പോയി കഴിഞ്ഞാൽ അത് ഒറിജിനലാണ് നമ്മൾ ഉറപ്പുവരുത്താറില്ലേ? എന്താ കാരണം? അത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇടിച്ച് മരിക്കും എന്നുള്ള സാധ്യത നമുക്കറിയാം. നമ്മൾ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു കുടിക്കാൻ മേടിച്ചു കൊടുക്കുന്ന സാധനം ഒറിജിനലാണ് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഒറിജിനലാണ് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. പക്ഷെ ഡ്രസ്സ് ഇടുമ്പോഴും കണ്ണട വെക്കുമ്പോഴും കോപ്പി മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് അത് ശരിയാണോ? അല്ല. ഡ്രസ്സ് ഇടുമ്പോഴും കണ്ണട വെക്കുമ്പോഴും ഷൂ ഇടുമ്പോൾ മാത്രം ആറ്റിറ്റ്യൂഡ് എങ്ങോട്ട് പോകുന്നു? ഇത് എത്ര വലിയൊരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കൗണ്ടർഫീറ്റ് എക്കണോമി എന്ന് പറഞ്ഞത്, ഇപ്പൊ നിങ്ങളൊരു ആർമി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്, ലോകത്തിന്റെ ഏറ്റവും വലിയ ത്രെറ്റാണ് കൗണ്ടർഫീറ്റ് എക്കണോമി. ഫുൾ ടെററിസം ഫണ്ട് ചെയ്യുന്നത് കൗണ്ടർഫീറ്റ് എക്കണോമിയാണ്. 100% ടെററിസം ഫണ്ട് ചെയ്യുന്നത്, അതിന്റെ ഒരു മേജർ പാർട്ട് പോകുന്നത് കൗണ്ടർഫീറ്റ് എക്കണോമിയാണ്. കാരണം എവിടുത്തെ കാശ് പോവാ? ഞാൻ നാളെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കേരളത്തിൽ തൃത്താല എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കാശിന്റെ സോഴ്സ് എവിടെയാണ്? തൃത്താലയിലാണ്. ഞാനിത് ലോകത്തിന്റെ ഏത് പാർട്ടിൽ കൊണ്ട് വിറ്റാലും ഈ കാശ് തിരിച്ച് തൃത്താലയിലേക്ക് എത്തും അല്ലേ? ഈ കൗണ്ടർഫീറ്റ്സ് എവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്? ചൈന. അല്ലെങ്കിൽ ഇപ്പൊ കൗണ്ടർഫീറ്റ് നോട്ട്സ്, ഇന്ത്യൻ നോട്ട്സ് എവിടെ നിന്ന് വരുന്നത്? പാകിസ്ഥാൻ. ഈ കാശ്, ഈ കൗണ്ടർഫീറ്റ് നോട്ട്സ് ലോകത്ത് മൊത്തം സർക്കുലേറ്റ് ചെയ്തതിന്റെ എൻഡ് ബെനിഫിറ്റ് എവിടെ എത്തുക? പാകിസ്ഥാനിലേക്കാണ് എത്തുക, അല്ലെങ്കിൽ ചൈനയിലേക്കാണ് എത്തുക. ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ട് ശത്രുക്കളാരാണ്? ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ അതാണ്. അങ്ങനെ തന്നെയാണ് ഗ്ലോബലി മൊത്തത്തിൽ നടക്കുന്നത്.